ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ വീണ്ടും പരക്കെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. റോഡുകളിലെമ്പാടും വലിയ ടാങ്കർ ലോറികൾ നിരത്തിയിട്ടുകൊണ്ട് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ തടവിലാണ് ഇമ്രാൻഖാനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമ്രാൻഖാൻ്റെ അനുകൂലികൾ വലിയൊരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മുൻകരുതൽ എന്ന നിലയിലാണ് കർഫ്യൂ പ്രഖ്യാപനവും ഒപ്പം തന്നെ ഈ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. എത്ര ദിവസത്തേക്കാണ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. ഒപ്പം തന്നെ വിവിധ റോഡുകൾ, അതായത് ഇസ്ലാമാബാദിലേക്കുള്ള 22 റോഡുകളിലാണ് വലിയ കണ്ടെയ്നർ ലോറികൾ നിരത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ അക്രമാസക്തമാകും ഈ വരുന്ന റാലി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം, ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എസ് ജയശങ്കർ എത്തുമ്പോൾ എസ് ജയശങ്കറിനെ ഈ സമരവേദിയിൽ എത്തിക്കാൻ വേണ്ടി ഇമ്രാൻ അനുകൂലികൾ ശ്രമിച്ചിരുന്ന വാർത്തയൊക്കെ അന്ന് വലിയ വൈറലായി മാറിയ വാർത്തകൾ തന്നെയായിരുന്നു. അങ്ങനെ വളരെ നീണ്ട കാലത്തെ പ്രചരണത്തിന് ശേഷം ബംഗ്ലാദേശ് മോഡലിന് ഒരുങ്ങുകയാണ് പാകിസ്ഥാനിലെ ഈ ഇമ്രാൻഖാൻ അനുകൂലികൾ എന്നുള്ള വാർത്തകൾ തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഏതായാലും മറ്റൊരു ബംഗ്ലാദേശായി മാറുമോ പാകിസ്ഥാൻ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇപ്പോൾ പാകിസ്ഥാനും പാകിസ്ഥാനിലെ ഭരണകൂടവും. ന്യൂസ് ഡെസ്ക്.